എസെക്കിയേൽ അധ്യായം 45. നിങ്ങൾ സ്ഥലം ഭാഗം വയ്ക്കുമ്പോൾ ഒരു ഭാഗം 25,000 മുഴം നീളത്തിലും 20,000 മുഴം വീതിയിലും കർത്താവിൻ്റെ വിശുദ്ധ ഭാഗമായി നീക്കിവയ്ക്കണം. ആ സ്ഥലം മുഴുവനും വിശുദ്ധമായിരിക്കും. ഇതിൽ 500 മുഴം നീളവും വീതിയുമുള്ള സമചതുരം വിശുദ്ധ മന്ദിരത്തിനുള്ളതാണ്. അതിന് ചുറ്റും 50 മുഴം ഒഴിവാക്കിയിടണം. വിശുദ്ധ മേഖലയിൽ 25,000 മുഴം നീളത്തിലും 10,000 മുഴം വീതിയിലും അളന്നു തിരിക്കുക. അതിൽ വേണം അതിവിശുദ്ധ സ്ഥലമായ ദേവാലയം സ്ഥിതി ചെയ്യാൻ. അത് ദേശത്തിൻ്റെ വിശുദ്ധ ഭാഗമായിരിക്കും. ദേവാലയത്തിൽ ശുശ്രൂഷിക്കുന്നവരും കർത്താവിനെ ശുശ്രൂഷിക്കാൻ വേണ്ടി അവിടുത്തെ സമീപിക്കുന്നവരുമായ പുരോഹിതന്മാർക്ക് വേണ്ടിയായിരിക്കും അത്. അവിടെയായിരിക്കും അവരുടെ ഭവനങ്ങളും ദേവാലയത്തിനുള്ള വിശുദ്ധ സ്ഥലവും. 25,000 മുഴം നീളവും 10,000 മുഴം വീതിയുമുള്ള ബാക്കി ഭാഗം ദേവാലയത്തിൽ ശുശ്രൂഷിക്കുന്ന ലേവ്യർക്കുള്ളതാണ്. അത് അവർക്ക് വസിക്കാനുള്ള നഗരത്തിന് വേണ്ട സ്ഥലമാണ്. വിശുദ്ധ മേഖലയോട് ചേർന്ന് 25,000 മുഴം നീളത്തിലും 5,000 മുഴം വീതിയിലും നഗരത്തിനായി സ്ഥലം നീക്കിവയ്ക്കണം. അത് ഇസ്രായേൽ ഭവനത്തിൻ്റെ പൊതുസ്വത്താണ്. വിശുദ്ധ മേഖലയുടെയും നഗരസ്വത്തിൻ്റെയും ഇരുവശങ്ങളിലായി അവയോട് ചേർന്ന് കിഴക്കും പടിഞ്ഞാറുമായി ഒരു ഗോത്രത്തിൻ്റെ ഓഹരി സ്ഥലത്തോളം നീളത്തിൽ രാജ്യത്തിൻ്റെ പടിഞ്ഞാറേ അതിർത്തി മുതൽ കിഴക്കേ അതിർത്തി വരെ നീണ്ടുകിടക്കുന്ന സ്ഥലം രാജാവിനുള്ളതായിരിക്കും. ഇസ്രായേലിൽ ഇത് രാജാവിൻ്റെ സ്വത്തായിരിക്കണം. എൻ്റെ രാജാക്കന്മാർ എൻ്റെ ജനത്തെ ഒരിക്കലും പീഡിപ്പിക്കരുത്. ഇസ്രായേൽ ഭവനത്തിന് ഗോത്രങ്ങൾക്കനുസൃതമായ സ്ഥലം അവർ വിട്ടുകൊടുക്കണം. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഇസ്രായേൽ രാജാക്കന്മാരെ മതിയാക്കുക, അക്രമവും പീഡനവും അവസാനിപ്പിച്ച് നീതിയും ന്യായവും നടത്തുവിൻ, എൻ്റെ ജനത്തെ കുടിയിറക്കുന്നത് നിർത്തുവിൻ. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു. ശരിയായ ത്രാസും ഏഫായും ബത്തും നിങ്ങൾക്കുണ്ടായിരിക്കണം. ഏഫായുടെയും ബത്തിൻ്റെയും അളവ് ഒന്നായിരിക്കണം. ഹോമറിൻ്റെ 10 ഏഫ, ബത്തും ഹോമറിൻ്റെ 10 തന്നെ. ഹോമറായിരിക്കണം അടിസ്ഥാന അളവ്. 1 ഷെക്കൽ 20 ഗേര ആയിരിക്കണം. 5 ഷെക്കൽ 5 ഷെക്കലും 10 ഷെക്കൽ 10 ഷെക്കലുമായിരിക്കണം. നിങ്ങളുടെ മീന 50 ഷെക്കൽ ആയിരിക്കണം. നിങ്ങൾ സമർപ്പിക്കേണ്ട വഴിപാടിതാണ്: ഗോതമ്പും ബാർലിയും ഹോമറിന് ഏഫായുടെ 1/6, എണ്ണ കോറിന് ബത്തിൻ്റെ 10, കോർ ഹോമർ പോലെ തന്നെ 10 ബത്ത്. ഇസ്രായേൽ കുടുംബങ്ങൾ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് 200-1 എന്ന കണക്കിൽ സമർപ്പിക്കണം. ഇത് അവർക്ക് വേണ്ടി പരിഹാരം ചെയ്യാനുള്ള ധാന്യബലിക്കും ദഹനബലിക്കും സമാധാന ബലിക്കും വേണ്ട കാഴ്ചയാണ്. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഇസ്രായേൽ രാജാവിൻ്റെ കയ്യിൽ ജനമെല്ലാം ഈ കാഴ്ച വസ്തുക്കൾ ഏൽപ്പിക്കണം. ഇസ്രായേലിൻ്റെ എല്ലാ നിശ്ചിത തിരുനാളുകളിലും അമാവാസികളിലും സാബത്തുകളിലും ദഹനബലിക്കും ധാന്യബലിക്കും പാനീയബലിക്കും വേണ്ട വകകൾ കൊടുക്കുക രാജാവിൻ്റെ കടമയാണ്. ഇസ്രായേൽ ഭവനത്തിൻ്റെ പാപപരിഹാരത്തിന് വേണ്ടി അവൻ പാപപരിഹാര ബലികൾക്കും ധാന്യബലികൾക്കും ദഹനബലികൾക്കും സമാധാന ബലികൾക്കും വേണ്ടത് നൽകണം. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, 1-ാം മാസം 1-ാം ദിവസം ഊനമറ്റ ഒരു കാളക്കുട്ടിയെ കൊണ്ടുവന്ന് വിശുദ്ധ സ്ഥലം ശുദ്ധീകരിക്കണം. പുരോഹിതൻ പാപപരിഹാര ബലിയിൽ നിന്ന് കുറെ രക്തമെടുത്ത് ദേവാലയത്തിൻ്റെ വാതിൽപ്പടികളിലും ബലിപീഠത്തിൻ്റെ 4 കോണുകളിലും അകത്തെ അങ്കണവാതിലിൻ്റെ തൂണുകളിലും പുരട്ടണം. അശ്രദ്ധയോ അജ്ഞതയോ മൂലം പാപം ചെയ്തവന് വേണ്ടി മാസത്തിൻ്റെ 7-ാം ദിവസം ഇതുതന്നെ ചെയ്യണം. അങ്ങനെ ദേവാലയത്തിന് വേണ്ടി പ്രായശ്ചിത്തം ചെയ്യണം. 1-ാം മാസം 14-ാം ദിവസം നിങ്ങൾ പെസഹ തിരുനാൾ ആഘോഷിക്കണം.
7 ദിവസം പുളിപ്പില്ലാത്ത അപ്പമേ ഭക്ഷിക്കാവൂ. അന്ന് രാജാവ് തനിക്കും ദേശത്തിലെ എല്ലാവർക്കും വേണ്ടി പാപപരിഹാര ബലിക്കായി ഒരു കാളക്കുട്ടിയെ കൊടുക്കണം. തിരുനാളിൻ്റെ 7 ദിവസങ്ങളിലും ദഹനബലിക്കായി ഊനമറ്റ 7 കാളക്കുട്ടികളെയും 7 മുട്ടാടുകളെയും പ്രതിദിനം കൊടുക്കണം. ദിവസേന ഓരോ കോലാടിനെയും അവൻ കർത്താവിന് പാപപരിഹാര ബലിയായി നൽകണം. ഓരോ കാളയ്ക്കും ഓരോ മുട്ടാടിനും ഓരോ ഏഫാ ധാന്യവും ഓരോ ഏഫായ്ക്കും ഓരോ ഹിൻ എണ്ണയും കൊടുക്കണം. 7-ാം മാസം 15-ാം ദിവസവും തിരുനാളിൻ്റെ 7 ദിവസങ്ങളിലും പാപപരിഹാര ബലിക്കും ദഹനബലിക്കും അവയ്ക്കുള്ള ധാന്യത്തിനും എണ്ണയ്ക്കും ഇതേ ക്രമം തന്നെ അവൻ പാലിക്കണം. എസെക്കിയേൽ അധ്യായം 46. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, അകത്തെ അങ്കണത്തിൻ്റെ കിഴക്കേ പടിപ്പുര ജോലി ദിവസങ്ങൾ 6-ലും അടച്ചിരിക്കണം. സാബത്തിലും അമാവാസിയിലും അത് തുറന്നിടണം. രാജാവ് പുറത്തുനിന്ന് പടിപ്പുരയുടെ പൂമുഖത്തിൻ്റെ പാർശ്വ കവാടത്തിലൂടെ പ്രവേശിച്ച് തൂണിനരികെ നിൽക്കണം. അവൻ്റെ ദഹനബലിയും സമാധാനബലിയും പുരോഹിതന്മാർ അർപ്പിക്കണം. പടിപ്പുരയുടെ വാതിക്കൽ നിന്നുകൊണ്ട് അവൻ ആരാധന നടത്തുകയും വേണം. അത് കഴിഞ്ഞ് അവൻ പുറത്തു പോകണം. എന്നാൽ വൈകുന്നേരം വരെ പടിപ്പുര വാതിൽ അടയ്ക്കരുത്. ജനം സാബത്തിലും അമാവാസിയിലും പടിപ്പുര വാതിൽക്കൽ കർത്താവിൻ്റെ സന്നിധിയിൽ ആരാധന നടത്തണം. സാബത്തിൽ രാജാവ് കർത്താവിന് സമർപ്പിക്കുന്ന ദഹനബലി ഊനമറ്റ 6 ആട്ടിൻകുട്ടികളും 1 മുട്ടാടും ആയിരിക്കണം. ധാന്യബലിയായി മുട്ടാടിനോടൊപ്പം 1 ഏഫായും കുഞ്ഞാടുകളോടൊപ്പം തൻ്റെ കഴിവുപോലെയും ഓരോ ഏഫായ്ക്കും ഓരോ ഹിൻ എണ്ണയും അവൻ നൽകണം. അമാവാസിയിൽ ഊനമറ്റ 1 കാളക്കുട്ടിയെയും 6 ആട്ടിൻകുട്ടികളെയും 1 മുട്ടാടിനെയും അവൻ കാഴ്ച കൊടുക്കണം. കാളയോടും മുട്ടാടിനോടുമൊപ്പം ഓരോ ഏഫായും ആട്ടിൻകുട്ടികളോടൊപ്പം തൻ്റെ കഴിവുപോലെയും ഓരോ ഏഫായ്ക്കും ഓരോ ഹിൻ എണ്ണയും ധാന്യബലിയായി കൊടുക്കണം. രാജാവ് പടിപ്പുരയുടെ പൂമുഖത്തിലെ പാർശ്വ കവാടത്തിലൂടെ പ്രവേശിക്കുകയും ആ വഴിയിലൂടെ തന്നെ പുറത്തു പോവുകയും വേണം. നിശ്ചിത തിരുനാളുകളിൽ ദേശത്തെ ജനം കർത്താവിൻ്റെ സന്നിധിയിൽ ആരാധനയ്ക്കായി വരുമ്പോൾ വടക്കേ പടിപ്പുരയിലൂടെ പ്രവേശിക്കുന്നവൻ തെക്കേ പടിപ്പുരയിലൂടെയും തെക്കേതിലൂടെ പ്രവേശിക്കുന്നവൻ വടക്കേതിലൂടെയും പുറത്തു പോകണം. താൻ പ്രവേശിച്ച പടിപ്പുരയിലൂടെ തിരികെ പോകാതെ അതിനെതിരെയുള്ളതിലൂടെ വേണം പുറത്തു പോകാൻ. അവൻ അകത്ത് കിടക്കുമ്പോൾ രാജാവും അവനോടൊപ്പം അകത്ത് പ്രവേശിക്കുകയും പുറത്തു പോകുമ്പോൾ അവരോടൊപ്പം പുറത്തു പോവുകയും വേണം. തിരുനാളുകളിലും നിശ്ചിത കാലങ്ങളിലും ധാന്യബലി കാളക്കുട്ടിയോടും മുട്ടാടിനോടൊപ്പം 1 ഏഫായും ആട്ടിൻകുട്ടികളോടൊപ്പം ഓരോരുത്തൻ്റെയും കഴിവുപോലെയും ഓരോ ഏഫായ്ക്കും ഓരോ ഹിൻ എണ്ണയുമായിരിക്കും. രാജാവ് ദഹനബലിയോ സമാധാനബലിയോ കർത്താവിന് സ്വമേധയാ സമർപ്പിക്കുമ്പോൾ കിഴക്കേ പടിപ്പുര അവന് വേണ്ടി തുറന്നു കൊടുക്കണം. സാപത്തിൽ ചെയ്യാറുള്ളതുപോലെ തൻ്റെ ദഹനബലിയും സമാധാനബലിയും അവൻ സമർപ്പിക്കണം. അത് കഴിഞ്ഞ് പുറത്തു പോകണം. അതിനുശേഷം പടിപ്പുര അടയ്ക്കുകയും വേണം. അവൻ ദഹനബലിക്കായി 1 വയസ്സുള്ള ഊനമറ്റ ഓരോ ആട്ടിൻകുട്ടിയെ ദിവസേന കർത്താവിന് കൊടുക്കണം. ഓരോ പ്രഭാതത്തിലും അവൻ അങ്ങനെ ചെയ്യട്ടെ. അതിനോടൊപ്പം 6-1 ഏഫായും മാവ് കുഴയ്ക്കാൻ 3-1 ഹിനെണ്ണയും ധാന്യബലിയായി അവൻ ഓരോ പ്രഭാതത്തിലും കർത്താവിന് കൊടുക്കണം. ദിനംതോറുമുള്ള ബലിയുടെ നിയമമാണിത്. ഇപ്രകാരം ആട്ടിൻകുട്ടിയും ധാന്യബലിയും എണ്ണയും ഓരോ പ്രഭാതത്തിലും ദൈനംദിന ദഹനബലിക്കായി നൽകണം. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു,
രാജാവ് തൻ്റെ പുത്രന്മാരിൽ ആർക്കെങ്കിലും തൻ്റെ പൈതൃകാവകാശത്തിൽ നിന്ന് ഒരു സമ്മാനം കൊടുത്താൽ അത് അവൻ്റേതായിരിക്കും. അതവന് പൈതൃക സ്വത്തായിരിക്കും. അവൻ തൻ്റെ പിതൃസ്വത്തിൽ നിന്ന് തൻ്റെ ദാസന്മാരിൽ ഒരുവനൊരു സമ്മാനം കൊടുത്താൽ വിമോചന വർഷം വരെ അത് അവൻ്റേതായിരിക്കും. അതിനുശേഷം അത് തിരികെ കൊടുക്കണം. രാജാവിൻ്റെ പിതൃസ്വത്തിൽ നിന്നുള്ള സമ്മാനം അവൻ്റെ പുത്രന്മാർക്ക് മാത്രമുള്ളതാണ്. ജനത്തെ അവരുടെ സ്വത്തിൽ നിന്ന് ബലം പ്രയോഗിച്ച് പുറത്താക്കി രാജാവ് അവരുടെ പൈതൃകാവകാശം കൈവശപ്പെടുത്താൻ പാടില്ല. സ്വന്തം സ്വത്തിൽ നിന്നാണ് അവൻ മക്കൾക്ക് പൈതൃകാവകാശം നൽകേണ്ടത്. അങ്ങനെയാകുമ്പോൾ എൻ്റെ ജനത്തിൻ്റെ സ്വത്ത് അവർക്ക് നഷ്ടപ്പെടുകയില്ല. അതിനുശേഷം അവൻ എന്നെ പടിപ്പുരയുടെ പാർശ്വകവാടത്തിലൂടെ പുരോഹിതന്മാരുടെ വിശുദ്ധ മുറികളുടെ വടക്കേ നിരയിലേക്ക് കൊണ്ടുവന്നു. അവയുടെ ഏറ്റവും പടിഞ്ഞാറേ അറ്റത്ത് ഞാനൊരു സ്ഥലം കണ്ടു. അവൻ എന്നോട് പറഞ്ഞു, പുറത്തെ അങ്കണത്തിലേക്ക് കൊണ്ടുവന്ന് ജനത്തിലേക്ക് പരിശുദ്ധി പടരാതിരിക്കേണ്ടതിന് പുരോഹിതന്മാർ പ്രായശ്ചിത്തബലിയും പാപപരിഹാര ബലിയും വേവിക്കുകയും ധാന്യബലി ചുടുകയും ചെയ്യേണ്ട സ്ഥലമാണ് ഇത്. പിന്നെ അവൻ എന്നെ പുറത്തെ അങ്കണത്തിലേക്ക് കൊണ്ടുവന്ന് അങ്കണത്തിൻ്റെ 4 കോണുകളിലേക്ക് നയിച്ചു. അങ്കണത്തിൻ്റെ ഓരോ കോണിലും ഓരോ അങ്കണമുണ്ടായിരുന്നു. 40 മുഴം നീളവും 30 മുഴം വീതിയുമുള്ള ഓരോ ചെറിയ അങ്കണം 4 കോണിലും ഉണ്ടായിരുന്നു. അവ ഒരേ വലിപ്പത്തിലായിരുന്നു. 4 അങ്കണങ്ങളുടെയും ഉൾവശത്ത് ചുറ്റിലും കൽഭിത്തി കെട്ടിയിരുന്നു. അതിൻ്റെ ചുവട്ടിൽ ചുറ്റും അടുപ്പുകളും ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, ദേവാലയത്തിൽ ശുശ്രൂഷിക്കുന്നവർ ജനത്തിൻ്റെ ബലിവസ്തുക്കൾ വേവിക്കുന്ന സ്ഥലമാണ് ഇത്. എസെക്കിയേൽ അധ്യായം 47. പിന്നെ അവൻ എന്നെ ദേവാലയ വാതിൽക്കലേക്ക് തിരികെ കൊണ്ടുവന്നു. അതാ ദേവാലയ പൂമുഖത്തിൻ്റെ അടിയിൽ നിന്ന് കിഴക്കോട്ട് വെള്ളമൊഴുകുന്നു. ദേവാലയത്തിൻ്റെ ദർശനം കിഴക്കോട്ടാണ്. ദേവാലയ പൂമുഖത്തിൻ്റെ വലത്ത് ഭാഗത്ത് ബലിപീഠത്തിൻ്റെ തെക്കുവശത്ത് അടിയിൽ നിന്ന് വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നു. പിന്നെ അവൻ എന്നെ വടക്കേ പടിപ്പുരയിലൂടെ പുറത്തു കൊണ്ടുവരികയും കിഴക്കേ പടിപ്പുരയിലേക്ക് പുറത്തുകൂടെ നയിക്കുകയും ചെയ്തു. വെള്ളം തെക്കുവശത്തുകൂടെ ഒഴുകിയിരുന്നു. കയ്യിൽ ചരടുമായി അവൻ കിഴക്കോട്ട് നടന്ന് 1000 മുഴം അളന്നു. എന്നിട്ട് വെള്ളത്തിലൂടെ എന്നെ നയിച്ചു. അവിടെ കണങ്കാൽ വരെ വെള്ളമുണ്ടായിരുന്നു. പിന്നെയും അവൻ 1000 മുഴം അളന്ന് എന്നെ വെള്ളത്തിലൂടെ നയിച്ചു. അവിടെ മുട്ടോളം വെള്ളമുണ്ടായിരുന്നു. വീണ്ടും അവൻ 1000 മുഴം അളന്ന് എന്നെ വെള്ളത്തിലൂടെ നയിച്ചു. അവിടെ അരയ്ക്കൊപ്പം വെള്ളമുണ്ടായിരുന്നു. പിന്നെയും അവൻ 1000 മുഴം അളന്നു. എനിക്ക് കടന്നു പോകാൻ പറ്റാത്ത ഒരു നദിയായിരുന്നു അത്. വെള്ളം അത്രയ്ക്ക് ഉയർന്നിരുന്നു. നീന്താൻ വേണ്ടുന്ന ആഴമുണ്ടായിരുന്നു അതിന്. നടന്ന് അക്കരെ പറ്റാൻ വയ്യാത്ത ഒരു നദി. അവൻ എന്നോട് ചോദിച്ചു, മനുഷ്യപുത്ര, നീ ഇത് കണ്ടോ? പിന്നെ അവൻ എന്നെ നദീതീരത്തിലൂടെ തിരിച്ചു കൊണ്ടുവന്നു. ഞാൻ തിരിച്ചു പോന്നപ്പോൾ നദിയുടെ ഇരുകരയിലും വളരെയധികം വൃക്ഷങ്ങൾ കണ്ടു. അവൻ എന്നോട് പറഞ്ഞു, ഈ വെള്ളം കിഴക്കൻ പ്രദേശങ്ങളിലേക്കൊഴുകി അരാബായിൽ ചേരുമ്പോൾ കെട്ടിക്കിടക്കുന്ന കടലിൽ ചെന്ന് അതിനെ ശുദ്ധജലമാക്കുന്നു. നദി ഒഴുകുന്നിടത്തെല്ലാം ജീവജാലങ്ങൾ പറ്റം ചേർന്ന് ജീവിക്കും. അവിടെ ധാരാളം മത്സ്യങ്ങളും ഉണ്ടായിരിക്കും. കാരണം കടലിലെ വെള്ളം ശുദ്ധീകരിക്കുന്നതിനാണ് നദി അങ്ങോട്ടൊഴുകുന്നത്. അങ്ങനെ നദി ഒഴുകുന്നിടത്തെല്ലാം ജീവൻ നിറഞ്ഞു നിൽക്കും. മീൻപിടുത്തക്കാർ ആ കടൽക്കര നിൽക്കും. എൻഗേദി മുതൽ എന്നെഗ്ലായിം വരെ വല വീശാൻ പറ്റിയ സ്ഥലമാണ്. അവിടെ മഹാസമുദ്രത്തിലെ പോലെ വിവിധതരം മത്സ്യങ്ങളുണ്ടായിരിക്കും. എന്നാൽ
നദിയുടെ സമീപത്തുള്ള ചേറ്റുനിലങ്ങളും ചതുപ്പ് നിലങ്ങളും ശുദ്ധമാക്കപ്പെടുകയില്ല. ഉപ്പിനു വേണ്ടി അവ മാറ്റിവെച്ചിരിക്കുന്നു. നദിയുടെ ഇരുകരകളിലും എല്ലാത്തരം ഫലവൃക്ഷങ്ങളും വളരും. അവയുടെ ഇലകൾ വാടിക്കൊഴിയുകയോ അവ ഫലം നൽകാതിരിക്കുകയോ ഇല്ല. അവയ്ക്ക് വേണ്ട ജലം വിശുദ്ധ സ്ഥലത്ത് നിന്ന് ഒഴുകുന്നതുകൊണ്ട് മാസം തോറും പുത്തൻ ഫലം പുറപ്പെടുവിക്കും. അവയുടെ ഫലം ഭക്ഷണത്തിനും ഇലകൾ രോഗശമനത്തിനും ഉപകരിക്കുന്നു. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങൾക്കിടയിൽ നീ ദേശം വിഭജിക്കുന്നത് ഇപ്രകാരമായിരിക്കണം. ജോസഫിന് 2 പങ്കുണ്ടായിരിക്കണം. നിങ്ങൾ അത് തുല്യമായി വേണം ഭാഗിക്കാൻ. ഈ ദേശം നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുക്കുമെന്ന് ഞാൻ ശപഥം ചെയ്തു. പൈതൃകാവകാശമായി നിങ്ങൾക്കിത് ലഭിക്കും. ദേശത്തിൻ്റെ അതിർത്തി ഇതായിരിക്കണം. വടക്കോട്ട് മഹാസമുദ്രം മുതൽ ഹെദ്ലോൻ വഴി ഹമാത്തിൻ്റെ അതിർത്തി വരെ. അവിടെ നിന്ന് സെദാദ്, ബെറോത്ത, ദമാസ്കസിൻ്റെയും ഹമാത്തിൻ്റെയും ഇടയ്ക്കുള്ള അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന സിബ്രായിം, ഹൗറാൻ്റെ അതിർത്തിയിലുള്ള ഹാസർ, ഹത്തിക്കോൻ എന്നിവ വരെയും. അങ്ങനെ വടക്കേ അതിർത്തി സമുദ്രം മുതൽ ദമാസ്കസിൻ്റെ വടക്കേ അതിർത്തിയിലുള്ള ഹസാർ ഏനോൻ വരെയും അതിനു വടക്കുള്ള ഹമാത്തിൻ്റെ അതിർത്തി വരെയും. ഇതാണ് വടക്കേ അതിര്. കിഴക്കേ അതിർത്തി ദമാസ്കസിൻ്റെയും ഹൗറാൻ്റെയും ഇടയ്ക്കുള്ള ഹസാർ ഏനോൻ മുതൽ ഇസ്രായേൽ ദേശത്തിനും ഗിലെയാദിനും ഇടയ്ക്ക് ജോർദാൻ വഴി കിഴക്കേ കടലും താമാറും വരെയും. ഇതായിരിക്കണം കിഴക്കേ അതിര്. തെക്കേ അതിർത്തി താമാർ മുതൽ മെരിബാത്ത് ഖാദഷിലെ ജലാശയം വരെയും അവിടെ നിന്ന് ഈജിപ്ത് തോട് വഴി മഹാസമുദ്രം വരെയും. ഇതായിരിക്കണം തെക്കേ അതിർത്തി. ഹമാത്തിൻ്റെ കവാടത്തിന് നേരെ വരെ മഹാസമുദ്രമായിരിക്കണം പടിഞ്ഞാറേ അതിർത്തി. അങ്ങനെ ഇസ്രായേൽ ഗോത്രങ്ങൾക്കനുസൃതമായി നിങ്ങൾ ഈ ദേശം വിഭജിച്ചെടുക്കണം. നിങ്ങൾക്കും നിങ്ങളുടെ ഇടയിൽ താമസിക്കവേ കുട്ടികൾ ജനിച്ച് അവിടെ പാർക്കുന്ന വിദേശീയർക്കും പൈതൃകാവകാശമായി അത് പങ്കുവയ്ക്കണം. അവർ നിങ്ങൾക്ക് സ്വദേശീയരായ ഇസ്രായേൽ മക്കളെപ്പോലെ ആയിരിക്കണം. ഇസ്രായേൽ ഗോത്രങ്ങളുടെ ഇടയിൽ നിങ്ങളോടൊപ്പം അവർക്കും ഒരവകാശം ലഭിക്കണം. പരദേശി പാർക്കുന്ന ഗോത്രമേതോ ആ ഗോത്രത്തിൽ തന്നെ അവന് ഓഹരി കൊടുക്കണം. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. എസെക്കിയേൽ അധ്യായം 48. ഗോത്രങ്ങളുടെ പേരുകൾ ഇവയാണ്. വടക്കേ അതിർത്തിയിൽ ആരംഭിച്ച് കടൽ മുതൽ ഹെത്ലോൻ വഴി ഹമാത്തിൻ്റെ കവാടം വരെയും ഹമാത്തിന് നേരെ ദമാസ്കസിൻ്റെ വടക്കേ അതിർത്തിയിലുള്ള ഹസാർ ഏനോൻ വരെയും കിഴക്ക് പടിഞ്ഞാറ് വ്യാപിച്ചു കിടക്കുന്ന ദാനാണ് ഒരു ഭാഗം. അതിനോട് ചേർന്ന് കിഴക്കേ അറ്റം മുതൽ പടിഞ്ഞാറേ അറ്റം വരെ ആഷേറിൻ്റെ ഓഹരിയാണ്. അതിനോട് ചേർന്ന് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയാണ് നഫ്താലിയുടേത്. അതിനോട് ചേർന്ന് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ മനാസയുടെ ഓഹരിയാണ്. അതിനോട് ചേർന്ന് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയാണ് എഫ്രായിമിൻ്റെ അവകാശം. അതിനോട് ചേർന്ന് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ റൂബൻ്റെ ഓഹരിയാണ്. അതിനോട് ചേർന്ന് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ യൂദായുടെ ഓഹരി. അതിനോട് ചേർന്ന് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ 25,000 മുഴം വീതിയിലും ഒരു ഗോത്രത്തിൻ്റെ ഓഹരിയുടേതിന് തുല്യമായ നീളത്തിലും കിഴക്ക് പടിഞ്ഞാറായി നിങ്ങൾ നീക്കിവയ്ക്കുന്ന ഒരു ഭാഗം, അതിന് മധ്യേയായിരിക്കും വിശുദ്ധ മന്ദിരം. കർത്താവിന് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കുന്ന സ്ഥലത്തിൻ്റെ നീളം 25,000 മുഴവും വീതി 10,000 മുഴവുമായിരിക്കണം. വിശുദ്ധ ഓഹരിയായി നീക്കിവെക്കേണ്ടത് ഇവയാണ്: വടക്ക് 25,000 മുഴം നീളവും പടിഞ്ഞാറ് 10,000 മുഴം വീതിയും കിഴക്ക് 10,000 മുഴം വീതിയും തെക്ക് 25,000 മുഴം നീളവുമുള്ള ഒരു ഭാഗം പുരോഹിതന്മാർക്കായി നീക്കിവെക്കണം.
അതിൻ്റെ മധ്യത്തിലായിരിക്കണം കർത്താവിൻ്റെ വിശുദ്ധ മന്ദിരം. ഇസ്രായേൽ വംശവും ലേവ്യരും വഴിതെറ്റിയപ്പോൾ അവരോടൊപ്പം മാർഗഭ്രംശം സംഭവിക്കാതെ എൻ്റെ ആലയത്തിൻ്റെ ചുമതല വഹിച്ച അഭിഷിക്ത പുരോഹിതരായ ഇസ്രായേൽ വംശവും ലേവ്യരും വഴിതെറ്റിയപ്പോൾ അവരോടൊപ്പം മാർഗഭ്രംശം സംഭവിക്കാതെ എൻ്റെ ആലയത്തിൻ്റെ ചുമതല വഹിച്ച അഭിഷിക്ത പുരോഹിതനായ സാദോക്കിൻ്റെ പുത്രന്മാർക്കുള്ളതാണ് ഇത്. ലേവ്യരുടെ അതിർത്തിയോട് ചേർന്ന് വിശുദ്ധ ഓഹരിയിൽ നിന്ന് വേർതിരിച്ചെടുത്ത അതിവിശുദ്ധമായ ഓഹരിയാണ് അവരുടേത്. പുരോഹിതന്മാരുടേതിനോട് ചേർന്ന് 25,000 മുഴം നീളത്തിലും 10,000 മുഴം വീതിയിലും ഒരു ഓഹരി ലേവ്യർക്കുണ്ടായിരിക്കണം. ആകെ നീളം 25,000 മുഴവും വീതി 10,000 മുഴവും. അവർ അത് വിൽക്കുകയോ കൈമാറ്റം ചെയ്യുകയോ അരുത്. ദേശത്തിൻ്റെ ഈ വിശിഷ്ട ഭാഗം അവർ അന്യാധീനപ്പെടുത്തി കളയരുത്. എന്തെന്നാൽ അത് കർത്താവിന് വിശുദ്ധമാണ്. ശേഷിച്ച 5,000 മുഴം വീതിയും 25,000 മുഴം നീളവുമുള്ള ഭാഗം പട്ടണത്തിലെ സാധാരണ ആവശ്യത്തിനും താമസത്തിനും പ്രാന്തപ്രദേശത്തിനും വേണ്ടിയാണ്. നഗരം അതിൻ്റെ മധ്യത്തിലായിരിക്കണം. അതിൻ്റെ അളവുകൾ ഇതായിരിക്കണം: വടക്കും തെക്കും കിഴക്കും പടിഞ്ഞാറും 4,500 മുഴം വീതം. നഗരത്തിനൊരു തുറസായ സ്ഥലമുണ്ടായിരിക്കണം. വടക്കും തെക്കും കിഴക്കും പടിഞ്ഞാറും 250 മുഴം വീതം. വിശുദ്ധ ഓഹരിയുടെ അരികെ ചേർന്ന് മിച്ചമുള്ളത് കിഴക്കും പടിഞ്ഞാറും 10,000 മുഴം വീതമായിരിക്കണം. അവിടുത്തെ ഉൽപ്പന്നങ്ങൾ നഗരത്തിലെ ജോലിക്കാർക്ക് ഭക്ഷണത്തിനുള്ളതാണ്. ഇസ്രായേലിലെ എല്ലാ ഗോത്രത്തിലും പെട്ട നഗരത്തിലെ കൃഷിക്കാർ അതിൽ കൃഷി ചെയ്യണം. നിങ്ങൾ നീക്കിവെക്കുന്ന മുഴുവൻ ഭാഗവും വിശുദ്ധ ഓഹരിയും നഗരസ്വത്തും കൂടി 25,000 മുഴത്തിൽ സമചതുരമായിരിക്കണം. വിശുദ്ധ ഓഹരിക്കും നഗരസ്വത്തിനും ഇരുവശത്തും ശേഷിക്കുന്ന ഭാഗം രാജാവിനുള്ളതാണ്. വിശുദ്ധ ഓഹരിയുടെ 25,000 മുഴം സ്ഥലത്ത് നിന്ന് കിഴക്കേ അതിരുവരെയും പടിഞ്ഞാറേ അതിരുവരെയും ഗോത്രങ്ങളുടെ ഓഹരികൾക്ക് സമാന്തരമായി വ്യാപിച്ചു കിടക്കുന്ന സ്ഥലം രാജാവിനുള്ളതാണ്. വിശുദ്ധ ഓഹരിയും ദേവാലയത്തിനുള്ള വിശുദ്ധ സ്ഥലവും അതിൻ്റെ നടുക്കായിരിക്കണം. നഗരത്തിൻ്റെയും ലേവ്യരുടെയും സ്വത്തുക്കൾ രാജാവിൻ്റെ ഓഹരിയുടെ മധ്യത്തിലായിരിക്കണം. രാജാവിൻ്റെ ഓഹരി യൂദായുടെയും ബെഞ്ചമിൻ്റെയും അതിരുകൾക്കിടയിലും, ബാക്കിയുള്ള ഗോത്രങ്ങളുടെ ഓഹരി കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ ബെഞ്ചമിൻ്റെ ഭാഗം, അതിനോട് ചേർന്ന് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയാണ് ശിമെയോൻ്റെ ഓഹരി. അതിനോട് ചേർന്ന് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ ഇസ്സാക്കറിൻ്റെ ഓഹരി. അതിനോട് ചേർന്ന് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ സെബുലൂൻ്റെ ഓഹരി. അതിനോട് ചേർന്ന് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ ഗാദിൻ്റെ ഓഹരി. ഗാദിൻ്റെ അതിരിനോട് ചേർന്ന് തെക്കോട്ട് താമാർ മുതൽ മെറിബത്ത് കാദേശ് ജലാശയം വരെയും അവിടെ നിന്ന് ഈജിപ്ത് തോട് വഴി മഹാസമുദ്രം വരെയുമാണ് തെക്കേ അതിർത്തി. ഇസ്രായേൽ ഗോത്രങ്ങളുടെ ഇടയിൽ പൈതൃകാവകാശമായി നിങ്ങൾ വിഭജിച്ചെടുക്കേണ്ട ദേശം ഇതാണ്. ഇവയാണ് അവരുടെ ഓഹരികൾ. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. പട്ടണത്തിൻ്റെ പുറത്തേക്കുള്ള കവാടങ്ങൾ. 4,500 മുഴം നീളമുള്ള വടക്കുവശത്ത് 3 കവാടങ്ങൾ. റൂബന്റെയും യൂദായുടെയും ലേവിയുടെയും ഓരോന്ന്. ഇസ്രായേൽ ഗോത്രങ്ങളുടെ പേരിലാണ് കവാടങ്ങൾ അറിയപ്പെടുക. 4,500 മുഴം നീളമുള്ള കിഴക്ക് വശത്ത് 3 കവാടങ്ങൾ. ജോസഫിൻ്റെയും ബെഞ്ചമിൻ്റെയും ദാനിൻ്റെയും. 4,500 മുഴം നീളമുള്ള തെക്ക് വശത്ത് 3 കവാടങ്ങൾ. ശിമെയോൻ്റെയും ഇസ്സാക്കറിൻ്റെയും സെബുലൂൻ്റെയും. 4,500 മുഴം നീളമുള്ള പടിഞ്ഞാറ് വശത്ത് 3 കവാടങ്ങൾ. ഗാദിൻ്റെയും ആഷേറിൻ്റെയും നഫ്താലിയുടെയും. നഗരത്തിൻ്റെ ചുറ്റളവ് 18,000 മുഴമായിരിക്കണം. ഇനിമേൽ നഗരത്തിൻ്റെ പേര് യാഹ്വേ ഷാമ എന്നായിരിക്കും.
Chapter 45. When you apportion the land into inheritances, you shall set apart a sacred tract of land for the Lord, 25,000 cubits long and 20,000 wide. Its whole area shall be sacred. Of this land a square plot 500 by 500 cubits, surrounded by a free space of 50 cubits, shall be assigned to the sanctuary. Also from this sector measure off a strip, 25,000 cubits long and 10,000 wide, within which shall be the sanctuary, the Holy of Holies. This shall be the sacred part of the land belonging to the priests, the ministers of the sanctuary, who draw near to minister to the Lord. It shall be a place for their homes, and pasture land for their cattle. Also there shall be a strip 25,000 cubits long and 10,000 wide, as property for the Levites, the ministers of the temple, that they may have cities to live in. As property of the city you shall designate a strip 5,000 cubits wide and 25,000 long, parallel to the sacred tract. This shall belong to the whole house of Israel. The prince shall have a section bordering on both sides of the combined sacred tract and city property, extending westward on the western side and eastward on the eastern side, corresponding in length to one of the tribal portions from the western boundary to the eastern boundary of the land. This shall be his property in Israel, so that the princes of Israel will no longer oppress my people, but will leave the land to the house of Israel according to their tribes. Thus says the Lord God, Enough, you princes of Israel! Put away violence and oppression, and do what is right and just. Stop evicting my people, says the Lord God. You shall have honest scales, an honest ephah, and an honest liquid measure. The ephah and the liquid measure shall be of the same size. The liquid measure equal to 1/10 of a homer, and the ephah equal to 1/10 of a homer. By the homer they shall be determined. The shekel shall be 20 gerahs. 20 shekels, 25 shekels, plus 15 shekels shall be your mina. These are the offerings you shall make, 1/6 of an ephah from each homer of wheat, and 1/6 of an ephah from each homer of barley. The regulation for oil, for every measure of oil, 1/10 of a measure, computed by the core of 10 liquid measures, or a homer for 10 liquid measures, make a homer. 1 sheep from the flock for every 200 from the pasturage of Israel for sacrifice, holocaust and peace offerings, and atonement sacrifices, says the Lord God. All the people of the land shall be bound to this offering for the prince in Israel. It shall be the duty of the prince to provide the holocausts, cereal offerings, and libations on the feasts, new moons, and Sabbaths, on all the festivals of the house of Israel. He shall offer the sin offerings, cereal offerings, holocausts, and peace offerings, to make atonement on behalf of the house of Israel. Thus says the Lord God, On the 1st day of the 1st month you shall use an unblemished young bull as a sacrifice to purify the sanctuary. Then the priest shall take some of the blood from the sin offering, and put it on the doorposts of the temple, on the 4 corners of the ledge of the altar, and on the doorposts of the gates of the inner court. You shall repeat this on the 1st day of the 7th month for those who have sinned through inadvertence or ignorance. Thus you shall make atonement for the temple. On the 14th day of the 1st month you shall observe the feast of the Passover. For 7 days unleavened bread is to be eaten. On that day the prince shall offer on his own behalf and on behalf of all the people of the land a bull as a sin offering. On each of the 7 days of the feast he shall offer as a holocaust to the Lord 7 bulls and 7 rams without blemish. And as a sin offering he shall offer 1 male goat each day. As a cereal offering he shall offer 1 ephah for each bull and 1 ephah for each ram, and he shall offer 1 hin of oil for each ephah. On the 15th day of the 7th month, the feast day, and for 7 days he shall perform the same rites, making the same sin offerings, the same holocausts, the same cereal offerings, and offerings of oil. Chapter 46. Thus says the Lord God, The gate toward the east of the inner court shall remain closed throughout the 6 working days, but on the Sabbath and on the day of the new moon it shall be open.
The prince shall enter from outside by way of the vestibule of the gate, and remain standing at the doorpost of the gate. Then, while the priests offer his holocausts and peace offerings, he shall worship at the threshold of the gate, and then leave. The gate shall not be closed until evening. The people of the land shall worship before the Lord at the door of this gate on the Sabbaths and new moons. The holocausts which the prince presents to the Lord on the Sabbath shall consist of 6 unblemished lambs and an unblemished ram, together with a cereal offering of 1 ephah for the ram, whatever he pleases for the lambs, and a hin of oil for each ephah. On the day of the new moon he shall provide an unblemished young bull, also 6 lambs and a ram without blemish, with a cereal offering of 1 ephah for the bull and 1 for the ram, for the lambs as much as he has at hand, and for each ephah a hin of oil. The prince shall always enter and depart by the vestibule of the gate. When the people of the land enter the presence of the Lord to worship on the festivals, if they enter by the north gate, they shall leave by the south gate, and if they enter by the south gate, they shall leave by the north gate. No one shall return by the gate through which he has entered, but he shall leave by the opposite gate. The prince shall be in their midst when they enter, and he shall also leave with them. On the feasts and festivals the cereal offering shall be an ephah for a bull, an ephah for a ram, but for the lambs as much as one pleases, and a hin of oil with each ephah. When the prince makes a free will offering to the Lord, whether holocausts or peace offerings, the eastern gate shall be opened for him, and he shall offer his holocausts or his peace offerings as on the Sabbath. Then he shall leave, and the gate shall be closed after his departure. He shall offer as a daily holocaust to the Lord an unblemished yearling lamb. This he shall offer every morning. With it every morning he shall provide as a cereal offering 1/6 of an ephah, with 1/3 of a hin of oil to moisten the fine flour. This cereal offering to the Lord is mandatory with the established holocaust. The lamb, the cereal offering, and the oil are to be offered every morning as an established holocaust. Thus says the Lord God, if the prince makes a gift of part of his inheritance to any of his sons, it shall belong to his sons. That property is theirs by inheritance. But if he makes a gift of part of his inheritance to one of his servants, it shall belong to the latter only until the year of release, when it shall revert to the prince. Only the inheritance given to his sons is permanent. The prince shall not seize any part of the inheritance of the people by evicting them from their property. He shall provide an inheritance for his sons from his own property, so that none of my people will be driven from their property. Then he brought me by the entrance which is on the side of the gate to the chambers of the sanctuary reserved to the priests, which face the north. There at their west end I saw a place concerning which he said to me, Here the priests cook the guilt offerings and the sin offerings, and bake the cereal offerings, so that they do not have to take them into the outer court at the risk of transmitting holiness to the people. Then he led me into the outer court, and had me pass around the 4 corners of the court, and I saw that in each corner there was another court. In the 4 corners of the court minor courts, 40 cubits long and 30 wide, all 4 of them the same size. A wall of stones surrounded each of the 4, and hearths were built beneath the stones all the way around. He said to me, These are the kitchens where the temple ministers cook the sacrifices of the people. Chapter 47. Then he brought me back to the entrance of the temple, and I saw water flowing out from beneath the threshold of the temple toward the east, for the facade of the temple was toward the east. The water flowed down from the southern side of the temple, south of the altar. He led me outside by the north gate, and around to the outer gate facing the east, where I saw water trickling from the southern side. Then when he had walked off to the east with a measuring cord in his hand, he measured off 1,000 cubits, and had me wade through the water, which was ankle deep. He measured off another 1,000, and once more had me wade through the water, which was now knee-deep. Again he measured off 1,000, and had me wade. The water was up to my waist. Once more he measured off 1,000, but there was now a river through which I could not wade, for the water had risen so high it had become a river that could not be crossed except by swimming. He asked me,
Have you seen this, son of man? Then he brought me to the bank of the river, where he had me sit. Along the bank of the river I saw very many trees on both sides. He said to me, This water flows into the eastern district down upon the Arabah, and empties into the sea the salt waters which it makes fresh. Wherever the river flows, every sort of living creature that can multiply shall live, and there shall be abundant fish, for wherever this water comes, the sea shall be made fresh. Fishermen shall be standing along it from En-gedi to En-eglaim, spreading their nets there. Its kinds of fish shall be like those of the great sea, very numerous. Only its marshes and swamps shall not be made fresh, they shall be left for salt. Along both banks of the river fruit trees of every kind shall grow. Their leaves shall not fade, nor their fruit fail. Every month they shall bear fresh fruit, for they shall be watered by the flow from the sanctuary. Their fruit shall serve for food, and their leaves for medicine. Thus says the Lord God, These are the boundaries within which you shall apportion the land among the 12 tribes of Israel, Joseph having 2 portions. All of you shall have a like portion in this land which I swore to give to your fathers, that it might fall to you as your inheritance. This is the boundary of the land on the north side, from the great sea in the direction of Hethlon, past Lebo of Hamath, to Zedad, Benothah, and Sibraim, along the frontiers of Hamath and Damascus, to Hazor-Enan, which is on the border of the Hauran. Thus the border shall extend from the sea to Hazar-Enan, with the frontier of Hamath and Damascus to the north. This is the northern boundary. The eastern boundary, between the Hauran toward Damascus, and Gilead on the one side, and the land of Israel on the other side, the Jordan shall form the boundary down to the eastern sea as far as Tamar. This is the eastern boundary. The southern boundary, from Tamar to the waters of Meribah Kadesh, thence to the Wadi of Egypt, and on to the great sea. This is the southern boundary. The western boundary, the great sea forms the boundary up to a point parallel to Lebo of Hamath. This is the western boundary. You shall distribute this land among yourselves according to the tribes of Israel. You shall allot it as inheritances for yourselves, and for the alien residents in your midst who have bred children among you. The latter shall be to you like native Israelites. Along with you they shall receive inheritances among the tribes of Israel. In whatever tribe the alien may be resident, there you shall assign him his inheritance, says the Lord God. Chapter 48. This is the list of the tribes: Dan, at the northern extremity adjoining Hamath, all along from the approaches to Hethlon, through Lebo of Hamath to Hazar-Enon, on the northerly border with Damascus, with his possession reaching from the eastern to the western boundary. Asher, on the frontier of Dan, from the eastern to the western boundary. Naphtali, on the frontier of Asher, from the eastern to the western boundary. Manasseh, on the frontier of Naphtali, from the eastern to the western boundary. Ephraim, on the frontier of Manasseh, from the eastern to the western boundary. Reuben, on the frontier of Ephraim, from the eastern to the western boundary. Judah, on the frontier of Reuben, from the eastern to the western boundary. On the frontier of Judah, from the eastern to the western boundary, there shall be the tract which you shall set apart, 25,000 cubits from north to south, and as wide as one of the tribal portions from the eastern to the western boundary. In the center of the tract shall be the sanctuary. The tract that you set aside for the Lord shall be 25,000 cubits across by 20,000 north and south. In this sacred tract the priests shall have 25,000 cubits on the north, 10,000 on the west, 10,000 on the east, and 25,000 on the south. And the sanctuary of the Lord shall be in its center. The consecrated priests, the Zadokites, who fulfilled my service and did not stray, along with the Israelites, as the Levites did, shall have within this tract of land their own most sacred domain next to the territory of the Levites. The Levites shall have a territory corresponding to that of the priests, 25,000 cubits by 10,000. The whole tract shall be 25,000 cubits across and 20,000 north and south.
They may not sell or exchange or alienate this, the best part of the land, for it is sacred to the Lord. The remaining 5,000 cubits along the 25,000-cubit line are profane land, assigned to the city for dwellings and pasture. The city shall be at their center. These are the dimensions of the city: the north side 4,500 cubits, the south side 4,500 cubits, the east side 4,500 cubits, and the west side 4,500 cubits. The pasture lands of the city shall extend north 250 cubits, south 250 cubits, east 250 cubits, and west 250 cubits. There shall remain an area along the sacred tract, 10,000 cubits to the east and 10,000 to the west, whose produce shall provide food for the workers of the city. The workers in the city shall be taken from all the tribes of Israel. The entire tract shall be 25,000 by 25,000 cubits. As a perfect square you shall set apart the sacred tract together with the city property. The remainder shall belong to the prince. The land on both sides of the sacred tract and the city property, extending along the 25,000-cubit line eastward to the eastern boundary, and westward along the 25,000-cubit line to the western boundary, a territory parallel with the tribal portions for the prince. The sacred tract and the sanctuary of the temple shall be in the middle. Thus, except for the property of the Levites and the city property, which lie in the midst of the prince's property, the territory between the portions of Judah and of Benjamin shall belong to the prince. These are the remaining tribes: Benjamin from the eastern to the western boundary, Simeon on the frontier of Benjamin from the eastern to the western boundary, Issachar on the frontier of Simeon from the eastern to the western boundary, Zebulun on the frontier of Issachar from the eastern to the western boundary, Gad on the frontier of Zebulun from the eastern to the western boundary. Along the frontier of Gad shall be the southern boundary, which shall extend from Tamar to the waters of Meribath Kadesh, and from there to the Wadi of Egypt, and on to the great sea. Such is the land which you shall apportion as inheritances among the tribes of Israel, and these are their portions, says the Lord God. These are the exits of the city, the gates of which are named after the tribes of Israel. On the north side, measuring 4,500 cubits, there shall be 3 gates: the gate of Reuben, the gate of Judah, and the gate of Levi. On the east side, measuring 4,500 cubits, there shall be 3 gates: the gate of Joseph, the gate of Benjamin, and the gate of Dan. On the south side, measuring 4,500 cubits, there shall be 3 gates: the gate of Simeon, the gate of Issachar, and the gate of Zebulun. On the west side, measuring 4,500 cubits, there shall be 3 gates: the gate of Gad, the gate of Asher, and the gate of Naphtali. The perimeter of the city is 18,000 cubits. The name of the city shall henceforth be, The Lord is Here.